ഓട്ടുപാറയിൽ പുതുക്കിപ്പണിയുന്ന പുതിയ പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിച്ചു. ഒരു ഭാഗം 6 പൈലിങ്ങും മറുഭാഗത്ത് 6 പൈലിങ്ങുമാണ് നടക്കുന്നത്. 11 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 1.5 മീറ്ററാണ് നടപ്പാത. 5.16 കോടി രൂപ ചിലവിലാണ് ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വരെയുള്ള റോഡ് 4 വരി പാതയായി ഉയർത്തുന്നത്. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നേരത്തെ നടന്നിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതിയെന്ന് സ്ഥലം സന്ദർശിച്ച സേവ് ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. ഓട്ടുപാറ പഴയ പാലം പുതുക്കി പണിയുന്ന പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ച് പഴയ ഇരുമ്പ് പാലം പൊളിച്ച് അവിടെ പുതിയ പാലം പണിയുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൈലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഓട്ടുപാറ പാലത്തിന് പകരം പുതിയ കോൺക്രീറ്റ് പാലം പണിതതിന് ശേഷം ഈ പാലം കൂടി പുതുക്കി പണിയുന്നതോടുകൂടി നമുക്കറിയാം ഓട്ടുപാറ മുതൽ നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വരെയുള്ള ഭാഗത്തെ നിലവിലുള്ള റോഡിൻ്റെ വീതി PWD റോഡിൻ്റെ വീതി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 4 വരി പാത ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരാശയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ പ്രളയകാലത്തുൾപ്പെടെ നിർദ്ദേശം ഉയർന്നു വരികയും പിന്നീട് പണം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി മാറ്റിവെക്കപ്പെടുകയും ചെയ്തൊരു പദ്ധതിയാണ് 5,16,00,000 രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് അത് നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. നേരത്തെ നിർമ്മാണോദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചു. പാലം പൊളിച്ചു മാറ്റി ഇപ്പോൾ അതിൻ്റെ പൈലിംഗ് ആരംഭിക്കുക. ഒരു ഭാഗത്ത് 6 പൈലിങ്ങും മറ്റൊരു ഭാഗത്ത് 6 പൈലിങ്ങും, അങ്ങനെ മൊത്തം 12 പൈലാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. പാലത്തിൻ്റെ വീതി 11 മീറ്ററാണ്. 11 മീറ്റർ വീതിയിൽ ഉണ്ടാക്കുന്ന പാലത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും 1.5 മീറ്റർ വീതം നടപ്പാതയാണ്. അത് കഴിച്ച് 7 മീറ്ററാണ് കാരേജ് വേ ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ അപ്രോച്ച് റോഡിന് കൂടി ഉൾപ്പെടെയാണ് 5,16,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ച് പാലം വിഭാഗം, പ്രത്യേകിച്ച് ജില്ലയിലെ ബ്രിഡ്ജസിൻ്റെ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, കൗൺസിലർമാരായ ഷീല മോഹൻ എന്നിവരും MLAക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി